ാണ് വിശദാംശങ്ങൾ നൽകിയത് പാലക്കാട് നിന്ന്. ഇപ്പോൾ ഇറാനിൽ നിന്നുള്ള മൂന്നാം സംഘം ഡൽഹിയിലെത്തിയിരിക്കുന്നു. വിമാനത്താവളത്തിൽ നിന്നുള്ള കാഴ്ചകളാണ് പ്രേക്ഷകർ കാണുന്നത്. സുരക്ഷിതമായി നാട്ടിൽ മടങ്ങിയെത്തിയവരുടെ ആശ്വാസത്തിൻ്റെ സന്തോഷത്തിൻ്റെയും ഒക്കെ കണ്ണുനീരാണത്. ഇറാനിൽ നിന്ന് ഒഴിപ്പിക്കൽ നടപടികൾ ഇന്ത്യ തുടരുകയാണ്. ഈ സംഘത്തിലും ഒരു മലയാളി ഉണ്ട് എന്നതാണ് ലഭിക്കുന്ന വിവരം. ഇന്നലത്തെ സംഘത്തിൽ മലയാളി വിദ്യാർത്ഥി ഉണ്ടായിരുന്നു, മെഡിക്കൽ വിദ്യാർത്ഥിയായ ഫാദില. ഇന്നത്തെ സംഘത്തിൽ ഒരു മലയാളി ഉണ്ട്. ആ മലയാളിയുടെ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. ഏതായാലും മൂന്നാം സംഘം കൂടി എത്തുന്നു. അജീഷ് ജയകുമാർ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അജീഷ്, അങ്ങനെ മൂന്നാം സംഘവും സുരക്ഷിതമായി മടങ്ങിയെത്തുന്നു, നാട്ടിലേക്ക് എത്തുന്നു, വിവരങ്ങൾ? ഗോകുല, ആറാമത്തെ വിമാനമാണ് ഇറാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തുന്നത്. ഇപ്പോൾ ഒടുവിലായി എത്തിയത് 312 പേരുമായിട്ടാണ് ഒടുവിലത്തെ വിമാനവും എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഈ പുറത്തിറങ്ങിയ ആളുകളെ, അവരെ ഒരുപാട് നാളുകൾക്ക് ശേഷം കാണുന്ന ആളുകളാണ്. അവരെ സങ്കടത്തോടെ അല്ലെങ്കിൽ വലിയ സന്തോഷത്തോടെയാണ് അവരുടെ ബന്ധുക്കളൊക്കെ വരവേൽക്കുന്നത്. അവർ കെട്ടിപ്പിടിച്ച് കരയുന്നതിലൊക്കെ അടക്കം ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ വരുന്നു. ഒരുപാട് ദിവസമായി കാത്തിരിക്കുകയായിരുന്നു. ഈ അമേരിക്കയുടെ കൂടി ഇടപെടലോടുകൂടി സംഘർഷം രൂക്ഷമായ ഒരു സാഹചര്യത്തിൽ അവരെല്ലാം ആശങ്കയോടുകൂടിയായിരുന്നു അവരുടെയൊക്കെ ബന്ധുക്കളും മക്കളും അല്ലെങ്കിൽ സുഹൃത്തുക്കളുമൊക്കെ മടങ്ങി വരുന്നതും കാത്തിരുന്നതിൻ്റെ സന്തോഷമാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നവർ. മധുരം പങ്കുവച്ചുമൊക്കെ അവരുടെ ബന്ധുക്കളെയും അവരുടെ സുഹൃത്തുക്കളെയും കുടുംബാംഗങ്ങളെയും ഒക്കെ തിരിച്ച് രാജ്യത്തെത്തിയതിൻ്റെ സന്തോഷമാണ് അവർ ഇവിടെ പങ്കുവയ്ക്കുന്നത്. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ അത്രയധികം സന്തോഷമാണ് ഈ മുഹൂർത്തത്തിൽ, അതായത് ഇന്ത്യക്കാർ സ്വന്തം നാട്ടിൽ തിരിച്ചെത്തുമ്പോൾ അവർക്ക് തോന്നുന്നത്. തീർച്ചയായും തലയ്ക്ക് മീതെ മിസൈലുകൾ പായുന്ന നാട്ടിൽ നിന്നാണ്, സ്ഫോടനങ്ങളുടെ ശബ്ദങ്ങളിൽ വിറങ്ങലിച്ചു നിന്ന നാട്ടിൽ നിന്നാണ് അവർ മടങ്ങിയെത്തുന്നത്. ആശ്വാസ തീരത്തേക്ക് ഇന്ത്യയിലേക്ക് എത്തുകയാണ്. അങ്ങനെ